വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഭരണാധികാരികളുടെ അടിസ്ഥാനപരമായ കർത്തവ്യമാണെന്ന് ക്നാനായ സമുദായ വലിയ മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സേവേറിയോസ് പറഞ്ഞു. വന്യജീവി സംരക്ഷണം ഉറപ്പാക്കുമ്പോൾ തന്നെ അവയുടെ ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യരെയും കൃഷിയിടങ്ങളെയും സംരക്ഷിക്കുന്നതിന് ശാസ്ത്രീയവും പ്രായോഗികവുമായ മാർഗങ്ങൾ വനപാലകർ ആരായണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏക എക്യുമെനിക്കൽ ദേവാലയമായ നിലയ്ക്കൽ സെന്റ് തോമസ് ദേവാലയത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറാന തിരുനാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ തന്നെ ഏക എക്യുമെനിക്കൽ ദൈവാലയമായ നിലയ്ക്കൽ ഈ സെയിന്റ് തോമസ് ദൈവാലയത്തിൽ നാം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോനോ പെരുന്നാൾ, ആ പെരുന്നാളിൻ്റെ ആദ്യ ദിവസങ്ങളാണിത്. ഈ ദിവസം മലങ്കര സുറിയാനി ക്നാനായ സമുദായത്തിന് അധിപത്യാസനത്തിന് നമ്മുടെ നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റ് പ്രസ്ഥാനം മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എക്സ്ക്ലൂസീവ്ലി നമുക്കായിട്ട് മാറ്റിവെച്ചു എന്ന് പറയാനാവില്ല, അങ്ങനെ ആകാനും പാടില്ല. പിന്നെയോ തുടർന്നുള്ളതായ ദിവസങ്ങളിൽ ഈ മലങ്കരയിലെ കേരളത്തിലെ അനേകം ക്രൈസ്തവ സഭകൾക്ക്, അതിൻ്റെ മെത്രാന്മാർക്ക്, മേൽപ്പെട്ടക്കാർക്ക്, വൈദികർക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ഇതിന് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്കുമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഷൈജു മാത്യു OIC അച്ഛന് നമ്മളോടുള്ള ഒരു പ്രത്യേകമായിട്ട് ഈ ഗ്രാനായക്കാരെ വലിയ ഇഷ്ടമാണ്. അത് കാരണം പറഞ്ഞു, ഞായറാഴ്ച ദിവസമാണ് സാധാരണ പബ്ലിക് ഹോളിഡേ, എല്ലാവർക്കും വന്നു ചേരാൻ ഏറ്റവും സൗകര്യമുള്ളത് ഞായറാഴ്ചയാണ്, നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ആദ്യത്തെ ദിവസം ഞായറാഴ്ച തന്നെ ലഭിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. ഈ പ്രിയപ്പെട്ട ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്, ഡേ ടു ഡേ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തുന്നത് ഈ പ്രിയപ്പെട്ട അച്ഛന്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ നമ്മുടെ MLA ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു, ജനീഷ് കുമാർ നമ്മുടെ ലോക്കൽ MLA ആണ് ഇവിടുത്തെ. അദ്ദേഹവുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓൾമോസ്റ്റ് വൺസ് ഇൻ എ വൈൽ ഓർ എവരി നൗ ആൻഡ് ദെൻ വി മീറ്റ്, പല മീറ്റിങ്ങുകളിലും ഇങ്ങനെ കാണാറുണ്ട്, സന്തോഷം പങ്കിടാറുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ അനേകം ഇടവക പള്ളികൾക്ക്, ക്നാനായ പള്ളികൾക്ക് മറ്റുള്ളവരെ പോലെ അദ്ദേഹവുമായിട്ട് ഒത്തിരി ഇൻട്രാക്ഷൻ ഉണ്ട്, മിംഗ്ലിംഗ് ഉണ്ട്. ആ കാര്യവും ഞാനും ഈ സമയത്ത് ഓർക്കുകയാണ്. നമ്മുടെ സീതത്തോട് പള്ളിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില ആവശ്യങ്ങൾ പള്ളിയോട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയതായിട്ടുള്ള സപ്പോർട്ട് ആ കാര്യത്തിൽ ലഭിച്ചത് ഞാൻ എപ്പോൾ സീതത്തോട് പള്ളിയിൽ ചെന്നാലും അവർ പറയുന്നതും ഈ സമയത്ത് ഞാൻ ഓർക്കട്ടെ. അനുഗ്രഹീതരായവരെ, നമുക്കെന്തോ ഒരു സന്തോഷമാണ്. നമ്മൾക്ക് പറഞ്ഞു തുടങ്ങിയതായ സ്വാഗതം ആശംസിച്ചതായ പ്രിയപ്പെട്ട തോമസ് കുട്ടി തേവരുമുറി, ചീഫ് കോർഡിനേറ്റർ ഫോർ ദിസ് ഡേ ടുഡേ 28 ജൂൺ സൺഡേ, ഇന്ന് അദ്ദേഹത്തിനെ പ്രത്യേകമായിട്ട് ഈ ചുമതലകളൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ വന്യമൃഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. ഞാൻ പറയാൻ കാരണം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, ലോകത്ത് സിംഹങ്ങൾ കാവല് നിൽക്കുന്ന, അല്ലെങ്കിൽ സിംഹങ്ങളാൽ ചുറ്റപ്പെട്ട് അവരെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിരിക്കുന്നതിൽ ഒരു കൂട്ടം സിംഹങ്ങളായിരുന്നു. മറ്റാരുമല്ല, എത്യോപ്യയുടെ ഏകാധിപതിയായിരുന്ന, ചക്രവർത്തിയായിരുന്ന ഹെയ്ലി സലാസി. അദ്ദേഹം നമ്മുടെ കോട്ടയം, നമ്മുടെ തന്നെ കോട്ടയം വലിയ പള്ളിയിൽ വരികയും നമ്മുടെ വിസിറ്റേഴ്സ് ബുക്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ഇപ്പോഴും കിടപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഹെയ്ലി സലാസിയുടെ കൊട്ടാരത്തിന് ചുറ്റും കൂടുകളിലായിട്ട്, കേജുകളിലായി അനേകം സിംഹങ്ങളായിരുന്നു അദ്ദേഹത്തിന് കാവല് നിർത്തിയിരിക്കുന്നത്. ആവശ്യം വന്നാൽ ഉടനെ സിംഹങ്ങളെ അഴിച്ചുവിടും, കാരണം ഏകാധിപതിയായി ഭരിക്കുകയാണ്. അങ്ങനെയുണ്ട് അത് കാവലിനായിട്ട് നിർത്തിയിരിക്കുക. എന്നാൽ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട MLA ജനീഷ് കുമാർ ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചു, ഇവിടെ കുരങ്ങന്മാരും മാനുകളും
ആനയുമൊക്കെ ആണോ കൂടുതലായി ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യത്തിന് കടുവയും പുലിയും ഉണ്ട്. സേവേറിയോ സിനിമ എനിക്ക് കാണണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തൽക്കാലം ഇപ്പോൾ കാണണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷമായിട്ട് പറയുകയാണ്, കാരണം നമുക്കെല്ലാം എക്കോ ഫ്രണ്ട്ലി ലൈഫ് നയിക്കുന്നവരാ, ബയോഡൈവേഴ്സിറ്റി നമ്മൾ വിശ്വസിക്കുന്നവരാ. ഈ പ്രകൃതി അതിൻ്റെ എല്ലാ പ്രത്യേകതകളോടും നാനാത്വം ഉണ്ടായിരിക്കണം. അത് വലിയ അനുഗ്രഹപ്രദമാണ്, നോ ഡൗട്ട് അറ്റ് ഓൾ. എന്നാൽ അത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ, ആക്രമിക്കാൻ ഇടയാകരുത്. ഞാൻ സത്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാനത് മനസ്സിലോർത്തു, ദൈവം നമ്മളോടുകൂടിയ ഈ കടന്നു വന്നവരൊക്കെ വലിയ ദൈവാശ്രയ ബോധത്തോടും മാർ തോമസ് ശ്ലീഹായുടെ അനുഗ്രഹീതമായ മധ്യസ്ഥതയിൽ വിശ്വസിച്ചാ വന്നത്. കാരണം ഈ ഇവിടെയുള്ള നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറഞ്ഞു എന്ന് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MLA പറഞ്ഞു, നിങ്ങൾ 2 വീലറിൽ ഓൾ അലോൺ പോകുന്നത് ബി കെയർഫുൾ, ബി വിജിലൻ്റ് എന്ന് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ലോക്കൽ പോലീസ് ഓഫീസേഴ്സ് അറിയിച്ചിരിക്കുകയാണ്. കാരണം വൈൽഡ് ആനിമൽസിൻ്റെ അറ്റാക്ക് ഉണ്ടാകാം എന്നിപ്പോൾ ഔദ്യോഗികമായി പ്രിയപ്പെട്ട MLA സൂചിപ്പിച്ചു. ഞാൻ ദൈവജനമേ പറയുക, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഈ ദിവസങ്ങളിൽ, മറ്റൊന്നുമല്ല നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ ഇത്രയും ദൈവജനം നമ്മുടെ ആളുകൾ ആരുമാകട്ടെ എല്ലാവരും ഇവിടെ കടന്നു വരുന്നു, ഇവിടെ കടന്നു പോകുന്നു. ഏതെങ്കിലും ഒരു വന്യമൃഗം പെട്ടെന്ന് ക്വയറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് ചാടി വീഴുകയും നമ്മൾ വാഹനത്തിലാ വരുന്നെങ്കിൽ പോലും ആനയുൾപ്പെടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടയാകരുത് എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം നമ്മളിവിടെ ഒന്നിച്ചു കൂടുന്നതിനോട് ബന്ധപ്പെട്ട് കടന്നു വരുമ്പോൾ, ഈ വലിയതായ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ, ഈ എക്യൂമെനിക്കൽ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ വന്യമൃഗത്തിന്റെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ബിയോണ്ട് അവർ ഇമാജിനേഷൻ ആണ്. അതുകൊണ്ട് ദൈവമേ, എല്ലാ മനുഷ്യരും സുരക്ഷിതരായിരിക്കണം. നമ്മൾ മാത്രമല്ല, ഈ ദേശത്ത് വസിക്കുന്നവരാ. ഗുരുനാഥമണ്ണ്, സീതത്തോടെ, കണമല, ഇവിടെ അനേക ദൈവാലയങ്ങളിൽ ഇന്ന് വിശുദ്ധ കുർബാന ഇവിടേക്കാക്കി മാറ്റി. ദൈവജനമേ, എന്തോ ഒരു സ്നേഹത്തിന്റെ അനുഭവമാണ്. അവിടെയൊക്കെ കുർബാന ഇന്ന് എക്യൂമെനിക്കൽ ദേവാലയത്തിൽ നിലയ്ക്കലേക്ക് മാറ്റി കുർബാനയിൽ എല്ലാവരും സംബന്ധിച്ചെന്നാൽ ഇവിടെ കൂടുതൽ മെത്രാപ്പോലീത്തായും മറ്റ് വൈദിക ശ്രേഷ്ഠമാശന്മാരൊക്കെ കടന്നു വരുമ്പോൾ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെയാ അവരൊക്കെ വിശുദ്ധ ബലിയെ സംബന്ധിച്ച്. എന്നാൽ ഒരുപാട് സന്തോഷത്തോടെ പറയട്ടെ, അങ്ങ് എറണാകുളം ജില്ലയിൽ നിന്ന് രാമമംഗലം പള്ളിക്കാരുൾപ്പെടെ അങ്ങ് വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന്, അങ്ങ് തെക്ക് എത്രയോ ജില്ലകളിൽ നിന്നാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ വ്യത്യസ്ത സഭകളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ നിങ്ങളോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ കൂടിവരവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജനവാസ കേന്ദ്രങ്ങളിലെ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം എന്ന വിഷയത്തിൽ നടന്ന ജനകീയ കൂട്ടായ്മയിൽ കോന്നി MLA അഡ്വക്കേറ്റ് KU ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ജ്ഞാനായ സമുദായ സെക്രട്ടറി TO എബ്രഹാം തോട്ടത്തിൽ, വെരി റവറൻഡ് ഫാദർ ജോൺസൺ കല്ലിട്ടത്തിൽ, കോറപ്പിസ്കോപ്പ, നിലയ്ക്കൽ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷൈജു മാത്യു OAC, നിലയ്ക്കൽ ട്രസ്റ്റ് അംഗങ്ങളായ തോമസ് കുട്ടി തേവരുമുറിയിൽ, മനേഷ് കണ്ണന്താനം, ജ്ഞാനായ കമ്മിറ്റി അംഗങ്ങളായ സാബു കണ്ണാടിപ്പുഴ, സജി താനിക്കൽ, ലിനു വരാത്തറ, റാന്നി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജയൻ, സീതത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ കൂട്ടായ്മ വിജയകരമായി സംഘടിപ്പിച്ച പ്രോഗ്രാം കോർഡിനേറ്റർ ഫാദർ ഷൈജു മാത്യു OSI, പെരുന്നാൾ ദിന കോർഡിനേറ്റർ തോമസ് കുട്ടി തേവരുമുറിയിൽ എന്നിവരെ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ആർച്ച് ബിഷപ്പ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. റാന്നി MLA എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാവിധമായ സഹായവും പൂർണ്ണമായ സഹകരണവും ഉണ്ടായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട തിരുമേനി അടക്കമുള്ള ഈ സദസ്സിലും വേദിയിലുമുള്ള എല്ലാവരെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. നമുക്കറിയാമല്ലോ, 9 സഭകളുടെ സ്വത്താണ് ഈ പറയുന്ന നിലയ്ക്കൽ ദേവാലയം. ഞങ്ങളൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ബസ് പിടിച്ച് പൊതിച്ചോറുമായിട്ട്, ഇത് ഈ ദേവാലയം വെറുതെ കിട്ടിയതല്ല, വലിയ സമരത്തിൻ്റെ അതിന് കിട്ടിയ ഒരു പ്രതിഫലമാണ്. ക്രൈസ്തവ സഭയെല്ലാം കൂടി സമരം ചെയ്ത് നമുക്ക് ലഭിച്ചതാണ്, ഈ 9 സഭയ്ക്ക് ലഭിച്ചതാണ് ഇത്.